എല്ലാവർക്കും GK വെൽഡാൻ PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനായിട്ടുള്ള പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ ജൂൺ 1 മുതൽ ശ്രദ്ധിക്കുക, ജൂൺ 1 മുതൽ ജൂൺ 12 വരെയുള്ള പത്രവാർത്തകളിലെ MCQs ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ദിവസത്തെ വാർത്തകളിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് 1 ജൂണിലെ ചോദ്യമാണ്. ചോദ്യം: കേരളത്തിൽ നിലവിലുള്ളത് എത്രാമത്തെ നിയമസഭയാണ്? ഉത്തരം 15. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ നിയമസഭയിലെ നിലവിലെ സ്പീക്കർ ആരാണ്? ഉത്തരം വരുന്നത് MB രാജേഷ്. അടുത്ത ചോദ്യം: സഞ്ചാരികളെ ബഹിരാകാശ നിലയിലെത്തിക്കുന്ന ചൈനയുടെ ദൗത്യം ഏതാണ്? ഉത്തരം ഷിങ്യു 12. അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ്. 2021 കോപ്പ അമേരിക്ക ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ഏതാണ്? ഉത്തരം ബ്രസീലാണ്. ശ്രദ്ധിക്കുക, 2021 കോപ്പ അമേരിക്ക ഫുട്ബോൾ ലോകകപ്പ് വേദിയാകുന്നത് ബ്രസീല്. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യമാണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്ര എത്രാമത്തെ ചെയർമാൻ ആണ്? ഉത്തരം വരുന്നത് 8ാമത്തേതാണ്. 8ാമത്തെ ചെയർമാൻ ആണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ജൂൺ 2-ാം തീയതിയിലെ പത്രവാർത്തകളിലെ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിലവിലെ ജലസേചന വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം റോഷി അഗസ്റ്റിൻ. ഓൾറെഡി മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കാനുള്ള കോഡോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിലവിലെ ജലസേചന വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റോഷി അഗസ്റ്റിൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. ചോദ്യം: ലോകത്ത് ആദ്യമായി പക്ഷിപ്പനി മനുഷ്യരിൽ സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ലോകത്ത് ആദ്യമായി പക്ഷിപ്പനി മനുഷ്യരിൽ സ്ഥിരീകരിച്ച രാജ്യം ഏത്? ചൈന. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യമാണ്. കേരള നിയമസഭയിലെ LDFന്റെ ചീഫ് വെബ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ശൈലജ ടീച്ചറാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. കേരള നിയമസഭയിലെ LDFന്റെ ആണ് കേട്ടോ. LDFന്റെ ചീഫ് വെബ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശൈലജയാണ്. ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നോട്ട് വെക്കുവാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ചീഫ് വെബ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്നുള്ളത് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ശരിയായിട്ട് കമന്റിൽ ഉത്തരം പറയുന്ന ആളെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു ഹോംവർക്ക് ആണ്. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജൂൺ 3 ഇബ്രാഹിം ബാദുഷ താഴെ പറയുന്നവയിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാർട്ടൂണിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പോ മരണമടഞ്ഞ വ്യക്തിയാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം ബാദുഷ കാർട്ടൂണിസ്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 10ാമത്തെ ചോദ്യമാണ്. ജൂൺ 3 ലോക ബൈസൈക്കിൾ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 3. ലോക ബൈസൈക്കിൾ ദിനം ജൂൺ 3. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യമാണ്. 2021 അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ വേദി ഏതാണ്? ഉത്തരം വരുന്നത് ഫ്രാൻസ് ആണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. 2021 അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ വേദി ഏതാണ്? ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം: സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? നമുക്കറിയാം വീണ ജോർജ് ആണ് അല്ലെ. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പട്ടികയിൽ ആദ്യത്തെ 200-ൽ ഇടം പിടിച്ച കേരളത്തിലെ സർവകലാശാല താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം മഹാത്മാഗാന്ധി സർവകലാശാല. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പട്ടികയിൽ ആദ്യത്തെ 200-ൽ ഇടം പിടിച്ച കേരളത്തിലെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. അടുത്തത് 14ാമത്തെ ചോദ്യം. നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് നിർമ്മല സീതാരാമൻ. നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2021 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് പാകിസ്ഥാൻ. 2021 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം പാകിസ്ഥാൻ ആണ്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. 2020 പത്മഭൂഷൺ ജേതാവായിരുന്ന അനിരുദ്ധ് ജുഗനാഥ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു? ഉത്തരം വരുന്നത് മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ്. ജൂൺ 5 പത്രവാർത്തയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യമാണ്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം. 2021 നാച്ചുറൽ TTL ഫോട്ടോഗ്രാഫറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? തോമസ് വിജയൻ. തോമസ് വിജയനാണ്. തോമസ് വിജയൻ. അടുത്ത ചോദ്യം നോക്കാം. 18. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. അടുത്ത ചോദ്യം നോക്കൂ. പിന്നോക്ക വ്യവസ്ഥയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏറ്റെടുത്ത് വികസിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നു അംബേദ്കർ ഗ്രാമ പദ്ധതി. പിന്നോക്ക വ്യവസ്ഥയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏറ്റെടുത്ത് വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമ പദ്ധതി എന്നുള്ളത്. അടുത്തത് 20ാമത്തെ ചോദ്യം. കേരള ഹൗറ മോഡൽ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഉത്തരം പൊന്നാനി. കേരളത്തിലെ ഹൗറ മോഡൽ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നഗരം പൊന്നാനിയാണ്. അടുത്തത് കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. സജി ചെറിയാൻ. അടുത്തത് സ്പുട്നിക് 5 വാക്സിൻ വിതരണ അനുമതിയുള്ള ഇന്ത്യയിലെ ലബോറട്ടറി ഏതാണ്? ഉത്തരം വരുന്നത് റെഡീസ് ലബോറട്ടറി ആണ്. റെഡീസ് ലബോറട്ടറി. അടുത്തത് 23ാമത്തെ ചോദ്യം. 6th ജൂണിലെ പത്രവാർത്തയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം N രംഗസ്വാമി. ശ്രദ്ധിക്കുക, ഇനിഷ്യൽ കൂടി പഠിച്ചു പോകണം. N രംഗസ്വാമിയാണ്. N രംഗസ്വാമി. അടുത്ത ചോദ്യം നോക്കൂ. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായ ട്വിറ്ററിന് വിലക്കേർപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഉത്തരം നൈജീരിയ. സോഷ്യൽ മീഡിയയിലെ ആപ്ലിക്കേഷനായ ട്വിറ്ററിന് വിലക്കേർപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ. അടുത്ത ചോദ്യം. കേരള ബാങ്കിന്റെ നിലവിലെ CEO ആരാണ്? കേരള ബാങ്കിന്റെ നിലവിലെ CEO PS രാജൻ. ശ്രദ്ധിക്കുക, PS രാജനാണ്. അടുത്ത ചോദ്യം. നിലവിലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി R ബിന്ദു. പ്രൊഫസർ R ബിന്ദു ആണ്. ഉന്നത വിദ്യാഭ്യാസവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം. UN സുസ്ഥിര വികസന സൂചികയില് ഇന്ത്യയുടെ റാങ്ക് 2021 അനുസരിച്ച് എത്രാമതാണ്? ഉത്തരം 117. UN സുസ്ഥിര വികസന സൂചികയില് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രാമതാണ്? 117 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യമാണ്. 2021 G7 ഉച്ചകോടി 2021 G7 ഉച്ചകോടി ബ്രിട്ടനാണ്. അടുത്ത ചോദ്യം നോക്കൂ. 29ാമത്തെ ചോദ്യം. ബ്രിട്ടനിൽ കണ്ടെത്തിയ കോവിഡിന്റെ വകഭേദം ഏതാണ്? ഉത്തരം വരുന്നത് എന്താണ്? ആൽഫ. ഇന്ത്യയിൽ കണ്ടെത്തിയത് ഏതാണ്? അടുത്തൊരു ചോദ്യമാണ്. അറിയാവുന്നവര് കമന്റ് ചെയ്യാട്ടോ. അപ്പോ അടുത്തത് ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡിന്റെ വകഭേദം ഏതാണെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അറിയാവുന്നവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തത് അസം റൈഫിൾസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം വരുന്നു പ്രദീപ് ചന്ദ്ര നായർ. പ്രദീപ് ചന്ദ്രൻ നായർ ആണ് കേട്ടോ. പ്രദീപ് ചന്ദ്രൻ നായർ ആണ്. അടുത്ത ചോദ്യം നോക്കൂ. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയില് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളമാണ്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 32ാമത്തെ ചോദ്യം. നീതി ആയോഗ് 2020-2021 വർഷത്തിലെ സുസ്ഥിര വികസന പദ്ധതിയുടെ ഒന്നാം സ്ഥാനത്തെത്തിയ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നു ചണ്ഡീഗഡ്. 7th ജൂണിലെ കറണ്ട് അഫെയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. നിലവിലെ PWD വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം മുഹമ്മദ് റിയാസ്.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം പറയാം. മരുമകനും അമ്മായിച്ചനുമുള്ള ഒരു നിയമസഭയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, PWD വകുപ്പ് ഇറക്കിയ പുതിയ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? ഉത്തരം PWD for you. ജൂൺ 8 ചോദ്യമാണ്. അടുത്ത ചോദ്യം, സ്വവർഗാനുരാഗികൾക്കെതിരെയുള്ള വിവേചനം ഭരണഘടനാ വിരുദ്ധമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? ഉത്തരം മദ്രാസ് ഹൈക്കോടതി. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വരുന്നത് വലിയഴീക്കലാണ് കേരളത്തിലെ രണ്ടാമത്തത്. ഒന്നാമത്തത് ഏതാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അറിയാവുന്നവർ കമന്റ് ചെയ്യുക. കേരളത്തിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങളെ കൂടെ ഈ ഒരു ക്ലാസ് ഇൻവോൾവ് ചെയ്യിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് തരുന്നത് കേട്ടോ. അടുത്തത് 37ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. കുട്ടികളുടെ അശ്ലീല ദൃശ്യ പ്രചാരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിയ സൈബർ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ പി ഹണ്ട്. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് വിൻഡോസ് 11, വിൻഡോസ് 11. ആൻഡ്രോയിഡിന്റേതാണ് ആൻഡ്രോയിഡ് 10 ആണ് കേട്ടോ. ശരി, അടുത്ത ചോദ്യം നോക്കാം. 15ാം കേരള നിയമസഭയില് സത്യപ്രതിജ്ഞ കൃത്യമല്ലാത്തതിനാൽ 2500 രൂപ പിഴ ലഭിച്ച MLA ഏതാണ്? ഉത്തരം വരുന്നത് എ രാജ. ഇടുക്കി ദേവികുളമാണ് മണ്ഡലം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 40ാമത്തെ ചോദ്യം, നിലവിലെ നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? നിലവിലെ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ. അടുത്ത ചോദ്യം നോക്കൂ. 41ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഫുട്ബോളില് സജീവമായി താരങ്ങൾ ഗോൾ സ്കോറിംഗില് 2ാം സ്ഥാനത്തുള്ള കളിക്കാരൻ ആരാണ്? ഉത്തരം വരുന്നത് സുനിൽ ഛേത്രിയാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്ന ചോദ്യം, അന്താരാഷ്ട്ര ഫുട്ബോളില് സജീവമായ താരങ്ങളുടെ ഗോൾ സ്കോറിംഗില് 1ാം സ്ഥാനത്തുള്ള കളിക്കാരൻ ആരാന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓപ്ഷനിൽ ഉത്തരമുണ്ട്. അപ്പോൾ ആ ഒരു ആൻസർ കൂടി കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കൊച്ചി വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത്? കൊച്ചിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത് കേട്ടോ. ഉത്തരം വരുന്നത് 1999 ആണ്. 9ാമത്തെ ജൂൺ പത്രവാർത്തയില് കൊച്ചി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടു, അതിൽ തുടർന്നാണ് ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത്. അടുത്തത് ജൂൺ 9 ചോദ്യം തന്നെ. UN സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ട ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം നമുക്കറിയാം, പോർച്ചുഗീസുകാർ. അടുത്തത്, ലോകത്തെ മികച്ച ഗവേഷണ സർവകലാശാലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വരുന്നു IISc ബാംഗ്ലൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 24ാമത്തെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഉത്തരം സുശീൽ ചന്ദ്ര. ഇന്ത്യയുടെ 24ാമത്തെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് സുശീൽ ചന്ദ്ര. പ്രത്യേകം നോക്കണം, അവിടെ ഒരു ട്രാപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്ഷൻ A സുനിൽ അറോറയെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ശരി, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കേരളത്തിലെ ആദ്യത്തെ വാക്സിൻ നിർമ്മാണ കേന്ദ്രം സ്ഥാപിതമാവുന്നത് എവിടെയാണ്? ഉത്തരം തോന്നയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ വാക്സിൻ നിർമ്മാണ കേന്ദ്രം സ്ഥാപിതമാവുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 48ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം വരുന്നു ആരാണ്? NV രമണയാണ്. ഓക്കെ, അപ്പൊ വെങ്കട രമണയാണ് 48ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്ത ചോദ്യം, അറബിക്കടലിൽ രൂപം കൊണ്ട ടൗട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏത് രാജ്യമാണ്? ഉത്തരം മ്യാൻമാർ ആണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ടൗട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മ്യാൻമാർ ആണ്. വേറൊരു ചോദ്യം കൂടി ആവർത്തിക്കുന്നു. ബേ ഓഫ് ബംഗാളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യവും ആ ചുഴലിക്കാറ്റിന്റെ പേരെന്താണെന്ന് കൂടി കമന്റ് ചെയ്യുക. ഇതിനെല്ലാം കറക്റ്റ് ഉത്തരം പറയുന്നവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ നമ്മൾ അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ചോദ്യം, ഇത് അറബിക്കടലിലാണ്. എന്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ബേ ഓഫ് ബംഗാളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യവും ആ ചുഴലിക്കാറ്റിന്റെ പേരും എന്താണ്? അടുത്ത ചോദ്യം,
സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിയുടെ നീളം എത്രയാണ്? സിൽവർ ലൈൻ പുതിയ റെയിൽ പദ്ധതിയാണ്. തിരുവനന്തപുരം ടു കാസർഗോഡ് കണക്ടിംഗ് ന്യൂ റെയിൽ പദ്ധതിയാണ് സിൽവർ ലൈൻ പറയുന്നത്. അതിന്റെ നീളം എത്രയാണെന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 529 കിലോമീറ്റർ. കുറച്ചുകൂടെ പറയുവാണെങ്കിൽ 529.45 കിലോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള നീളം വരുന്നത്. അടുത്തത് 50ാമത്തെ ചോദ്യമാണ്. 2021 G7 ഉച്ചകോടി എവിടെയാണ്? നമ്മൾ ചെയ്ത ചോദ്യം തന്നെയാണ്, ബ്രിട്ടൻ. അതുപോലെ തന്നെ ചൈനയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം ഏതാണ്? ചൈനയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് Tianwen-1. ഈ ഒരു ചൊവ്വ ദൗത്യത്തിന്റെ പേരിലാണ് ലോകം മുഴുവനും പകച്ചു നിന്നത്. അതുപോലെ തന്നെ ലോകം മുഴുവനും ലോങ് മാർച്ച് എന്ന് പറയുന്ന റോക്കറ്റിന്റെ കടലിൽ പതിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ചൊവ്വ ദൗത്യമാണ് ചൈനയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം. ഇതിന്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടാണ് ആ ലോങ് മാർച്ച് വരുന്നത്. അടുത്തത് നോക്കിക്കോളൂ. അമേരിക്കയിൽ ആദ്യത്തെ മുസ്ലിം ഫെഡറൽ ജഡ്ജിയായി നിയമിതനായത് ആരാണ്? ഉത്തരം വരുന്നത് ഷാഹിദ് ഖുറൈഷിയാണ്. ഷാഹിദ് ഖുറൈഷി. അവസാനത്തെ ചോദ്യമാണ്. 12ാം തീയതി ജൂൺ 12 വരെയുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് നവീൻ മുംബൈ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? എന്താണ്? ബാൽതാക്കറെ എയർപോർട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ജൂൺ 1 മുതൽ ജൂൺ 12ാം തീയതി വരെയുള്ള പത്രവാർത്തയിലെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ജൂൺ 12 മുതൽ ജൂൺ 31 വരെയുള്ള കറണ്ട് അഫയർ ഉടൻ തന്നെ വരുന്നതാണ്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മളുടെ PSC ബുള്ളറ്റിനിലെ പ്രധാനമായിട്ടുള്ള ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ കറണ്ട് അഫയറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.